പിളരുംതോറും വളരുന്ന പാർട്ടി എന്നാണ് കേരള കോൺഗ്രസിനെക്കുറിച്ച് പറയുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അമരക്കാരൻ കെ.എം. മാണിയുടെ മരണശേഷം പാർട്ടി തളർന്നു, പിന്നെ പിളർന്നു. ഒരു വിഭാഗം യു.ഡി.എഫിനൊപ്പം നിന്നപ്പോൾ കെ.എം. മാണിയുടെ മകൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ എൽ.ഡി.എഫിൽ ചേക്കേറി. അടുത്തിടെ വീണ്ടും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം യു.ഡി.എഫിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് പോലും വാർത്ത വന്നു. എന്നാൽ വാർത്ത നിഷേധിച്ച് ജോസ് കെ മാണി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ മാണി ഗ്രൂപ്പിൽ പുതിയ പൊട്ടിത്തെറി. മുനമ്പം വിഷയത്തിലെ നിലപാടിനെ ചൊല്ലിയാണ് ഭിന്നത ഉടലെടുത്തത്. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സംസ്ഥാന സമിതി അംഗങ്ങളും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും രണ്ടുപേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. മുനമ്പം ഉൾപ്പെടെ വിഷയങ്ങളിൽ പാർട്ടി മതേതര നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന ആരോപണമാണ് രാജിവെച്ച നേതാക്കൾ ഉന്നയിക്കുന്നത്. മുനമ്പം, ലവ് ജിഹാദ്, പൗരത്വ ഭേദഗതി വിഷയങ്ങളിൽ പാർട്ടി നിന്നത് RSS നിലപാടിനൊപ്പമാണ്. മുനമ്പം വിഷയത്തിൽ വർഗീയ ചേരിതിരിവും സ്പർദ്ധയുമുണ്ടാക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. LDF സഖ്യകക്ഷിയാണ് കേരള കോൺഗ്രസ് എം. എന്നിട്ടും മുനമ്പം വിഷയത്തിൽ BJP നിലപാടിനൊപ്പമാണ് പാർട്ടി നിൽക്കുന്നത്. കാസയുടെ ബി ടീമായി കേരള കോൺഗ്രസ് മാറിയെന്നാണ് സംശയിക്കുന്നതെന്നും പുറത്തുപോയ നേതാക്കൾ ആരോപിച്ചു. സംഘപരിവാറും കാസയും സംഘടിപ്പിച്ചതിന് സമാനമായ പ്രതിഷേധം കേരള കോൺഗ്രസും സംഘടിപ്പിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാസയുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വിഷയം സംസ്ഥാന നേതൃത്വത്തെ വരെ അറിയിച്ചു. എന്നാൽ സംഭവത്തിൽ നടപടിയുണ്ടായില്ല. അതിനിടെ കേരള കോൺഗ്രസ് BJPയുമായി അടുക്കുന്നുവെന്ന ആരോപണവും രാജിവെച്ച നേതാക്കൾ ഉയർത്തുന്നുണ്ട്. നിരവധി നേതാക്കൾ കേരള കോൺഗ്രസ് എം വിടാൻ ഒരുങ്ങുന്നതായും രാജിവെച്ച നേതാക്കൾ പറയുന്നു. ലവ് ജിഹാദ് വിഷയം, നർക്കോട്ടിക് ജിഹാദ്, പൗരത്വ ഭേദഗതി വിഷയങ്ങളിൽ വർഗീയ നിലപാട് സ്വീകരിച്ചു. പൗരത്വ ഭേദഗതി വിഷയത്തിൽ സമരം ചെയ്യാൻ പോലും പാർട്ടി അനുമതി നൽകിയില്ല. ഈ വിഷയത്തിലും BJP നിലപാടിന് സമാനമായിരുന്നു പാർട്ടിയുടെ നിലപാടെന്നും നേതാക്കൾ ആരോപിക്കുന്നു. മതേതര നിലപാടിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നുവെന്ന ആരോപണമാണ് നേതാക്കൾ ഉയർത്തുന്നത്. നേതാക്കൾ പാർട്ടി വിടുന്ന തീരുമാനം മാറ്റണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും നിലപാട് മാറ്റാത്തതിനെക്കുറിച്ച് പാർട്ടി നേതാക്കൾ ചർച്ച ചെയ്യുന്നില്ലെന്നും നേതാക്കൾ പറയുന്നു. BJPയുമായി സഹകരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണോ മാണി കോൺഗ്രസ് എന്ന് സംശയിക്കുന്നതായും രാജിവെച്ച നേതാക്കൾ പറയുന്നു. അതിനിടെ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുനമ്പം സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. 10 മിനിറ്റിൽ തീർക്കാവുന്ന പ്രശ്നം സർക്കാർ വലിച്ചു നീട്ടുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നിയമസഭയിൽ ആദ്യ ദിവസം തന്നെ പ്രമേയം കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.